നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആ കാര്യത്തിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരികയാണ്. നിക്കോ വില്യംസുമായിട്ട് FC ബാഴ്സലോണ ഒരു എഗ്രിമെൻറ്റിലെത്തിയിട്ടുണ്ട്. 6 വർഷത്തെ കരാർ അദ്ദേഹത്തിന് കൊടുക്കാനാണ് ബാഴ്സലോണ ആഗ്രഹിക്കുന്നത്. പക്ഷേ വിഷയം ഇനിയും നെഗോസിയേഷൻസ് നടത്തേണ്ടതുണ്ട്. താരവുമായിട്ടാണ് ഇപ്പോൾ ഡീലിലെത്തിയിരിക്കുന്നത്. വിശദവിവരങ്ങൾ ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ നൽകുന്നുണ്ട്. ഫബ്രിസിയോ പറയുന്നത് നിക്കോ വില്യംസ് ആൻഡ് ബാഴ്സ ഹാവ് അഗ്രീഡ് പേഴ്സണൽ ടേംസ് ഓൺ 6-year ഡീൽ. 6 വർഷത്തെ ഡീലാണ്. ആ കാര്യത്തിൽ ബാഴ്സലോണയും നിക്കോ വില്യംസും പേഴ്സണൽ ടേംസിൻ്റെ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അഗ്രിമെൻറ്റ് സീൽഡ് ഓൺ പ്ലെയേഴ്സ് കോൺട്രാക്ട് അണ്ടിൽ ജൂൺ 2031 വിത്ത് സാലറി ഇൻ ദി റീജിയൻ ഓഫ് 7 to 8 million നെറ്റ് പെർ സീസൺ. അങ്ങനെയാണ് ഈ ഒരു ഡീലിൻ്റെ കാര്യങ്ങൾ. അതായത് 7 മുതൽ 8 million വരെ നെറ്റ് സാലറി അദ്ദേഹത്തിന് പെർ സീസൺ ലഭിക്കുന്ന തരത്തിൽ 2031 വരെ കോൺട്രാക്റ്റ് കൊടുക്കാനാണ് ബാഴ്സലോണ ഉദ്ദേശിക്കുന്നത്. ബാഴ്സ കറൻ്റ്ലി ഈ ഡീൽ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്ലറ്റിക്കുമായിട്ട് ഫൈനാൻഷ്യൽ ടേംസിൻ്റെ കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. പക്ഷേ ചോദ്യം ഇതാണ്, അത്ലറ്റിക് ക്ലബ്ബ് താരത്തെ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ബാഴ്സയുമായിട്ട് നെഗോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവുമോ എന്നുള്ളതാണ്. അതിൽ മാർക്കറ്റ് റിപ്പോർട്ട് വരുന്നുണ്ട്. അത്ലറ്റിക് ക്ലബ്ബ് ആർ നോട്ട് റെഡി ടു നെഗോഷിയേറ്റ് ഫോർ നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ ഒരു നെഗോസിയേഷനും അത്ലറ്റിക് ക്ലബ്ബ് തയ്യാറല്ല. അപ്പോൾ പിന്നെ ബാഴ്സയുടെ മുമ്പിലുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ 58 million റിലീസ് ക്ലോസ് അത് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനുള്ള സാധ്യതകളാണിപ്പോൾ തെളിയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.